കാറുകൾക്കൊക്കെ ഇപ്പൊ മോഡിഫിക്കേഷൻ പറ്റുന്ന വീഡിയോ സർക്കാർ വന്നു കഴിഞ്ഞാൽ പറ്റും എന്നുള്ള രീതിയിൽ ഒരു കാർഡ് കണ്ടിരുന്നു. ഞങ്ങളത് മാനിഫെസ്റ്റോയിൽ ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട്. കാരണം അപകടകരമല്ലാത്ത രീതിയിൽ വണ്ടിയിൽ നടത്തുന്ന മോഡിഫിക്കേഷൻസ് അതൊരു തെറ്റല്ല. പ്രതിപക്ഷ നേതാവ് പറയുന്ന അപകടകരമല്ലാത്ത മോഡിഫിക്കേഷൻ അത് നമുക്കൊന്ന് നോക്കാം അതെന്താണെന്നുള്ളത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, ഇപ്പോൾ അപകടം ഉണ്ടാക്കാത്ത ഒരു മോഡിഫിക്കേഷന് പിന്നെ നിയമപരമായ മോഡിഫിക്കേഷനും ഉണ്ട്. അപ്പം നമുക്ക് ആദ്യമേ നിയമപരമായ മോഡിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം വണ്ടിയുടെ. ഇപ്പോൾ ഉദാഹരണത്തിന് അലോയ് വീല്. ഇപ്പം നമുക്ക് അലോയ് വീല് ചെയ്യാം. അതെന്ന് വെച്ചാൽ ഇപ്പം ഡ്രം വീലാണെങ്കിൽ അത് അലോയ് ആക്കാം. ഇപ്പം ആ വണ്ടിയുടെ ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ ഒരു വീൽ സൈസ് കാണും. അപ്പം നമുക്ക് ആ വീൽ സൈസ് ആക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് 14 ഇഞ്ചാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ടോപ്പിൽ 16 ഇഞ്ചായിരിക്കും വീൽ. അപ്പോൾ അതേ സൈസ് അലോയ് ഒക്കെ നമുക്ക് കയറ്റാം. അത് നിയമപരമായിട്ടുള്ളതാണ്. പിന്നെ കളർ അടിക്കുക, ഇഷ്ടപ്പെട്ട കളർ. ഇപ്പോൾ പഴയ വണ്ടി ആയിക്കോട്ടെ പുതിയ വണ്ടി ആയിക്കോട്ടെ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ അടിക്കാം. അത് നിയമപരമായിട്ടുള്ള ഒരു മോഡിഫിക്കേഷനാണ്. പിന്നെ ഇൻറ്റീരിയർ മോഡിഫൈ ചെയ്യാം. ഇപ്പം നമുക്ക് ഇപ്പം അപ്പോൾസ്റ്ററി ആയാലും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇനി ഇൻറ്റീരിയറിൽ എന്തെങ്കിലുമൊക്കെ ഡെക്കറേഷനൊക്കെ ചെയ്യാം. അത് നിയമപരമായിട്ടുള്ളതാണ്. പിന്നെ കൂളിംഗ് ഫിലിം നിയമപരമായി ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന ഒരു കൂളിംഗ് ഫിലിമുണ്ട്, അത് നമുക്ക് ഒട്ടിക്കാം. അത് പ്രശ്നമില്ല. ഇതൊക്കെയാണ് നിയമപരമായിട്ടുള്ളത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ അപകടം ഉണ്ടാക്കാത്ത മോഡിഫിക്കേഷൻ അത് ചെയ്യാൻ അനുവദിക്കുമെന്ന് പറഞ്ഞല്ലോ. അതെന്തായിരിക്കും അന്നേരം? അപ്പോൾ അപകടം ഉണ്ടാക്കാത്തൊരു മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ അണ്ടർ ബോഡിയിലൊക്കെ ലൈറ്റ് കൊടുക്കുന്ന കണ്ടിട്ടുണ്ടോ? ചില കാറിനൊക്കെ കൊടുക്കും. ഇപ്പോൾ അണ്ടർ ബോഡി ലൈറ്റ് അത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അത് വലിയ അപകടം ഉണ്ടാക്കത്തില്ല. കാരണം ആരുടെയും കണ്ണിലോട്ട് ആ ലൈറ്റ് അടിക്കുന്നില്ല. ആ വീലിൻ്റെ ഭാഗത്തും അല്ലെങ്കിൽ ആ വണ്ടിയുടെ അണ്ടർ ബോഡിയിലുമാണ്. അത് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ചെറിയ രീതിയിലുള്ള സ്റ്റിക്കർ വർക്കുകൾ ചെയ്യാം. ഇപ്പം എന്തെങ്കിലുമൊക്കെ ഈ ഒരു മോഡേണായിട്ടുള്ള സ്റ്റിക്കറുകളുണ്ടല്ലോ, ചില ബൈക്കിലൊക്കെ ചിലർ അടിക്കുന്നുണ്ട്. പിന്നെ കാറിലൊക്കെ സൈഡിലൊക്കെ അടിക്കും. ചെറിയ രീതിയിൽ നല്ല കാണാൻ ഭംഗിയുള്ള സ്റ്റിക്കറുകൾ ചെറിയ രീതിയിൽ, അതായത് ആ വണ്ടിയുടെ കളറ് കംപ്ലീറ്റ് ആയിട്ട് മറയ്ക്കാത്ത രീതിയിൽ ചെറിയ രീതിയിലുള്ള സ്റ്റിക്കർ വർക്കുകൾ ചെയ്യാം. അതിന് വലിയ പ്രശ്നമില്ല, അപകടം ഉണ്ടാക്കത്തില്ല. പിന്നെ നമുക്ക് ഫോഗ് ലാമ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. വലിയ പ്രകാശമില്ലാത്ത ഫോഗ് ലാമ്പുകളൊക്കെ, അതായത് വലിയ പ്രകാശമെന്ന് ഉദ്ദേശിച്ചത് ഇപ്പോൾ LED ഒക്കെ ആണെങ്കിൽ ഭയങ്കരമായ പ്രകാശമായിരിക്കും. അപ്പോൾ അത് ഉപയോഗിക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. പക്ഷെ എന്നാലും അല്ലാതെ ഫോഗ് ലാമ്പ് നമുക്കൊരു വെട്ടം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം ഫോഗ് ലാമ്പുകൾ. പിന്നെ മലയോര പ്രദേശങ്ങളിൽ യെല്ലോ ലാമ്പ് ഉപയോഗിക്കാം. അതും ഒരു അപകടം ഉണ്ടാക്കത്തില്ല. സേഫ്റ്റിയുടെ ഭാഗമായിട്ട് അത് ഉപയോഗിക്കുകയും ചെയ്യാം. നല്ലൊരു കാര്യമാണത്. പക്ഷേ ഇപ്പോൾ അതെനിക്ക് തോന്നുന്നു കേരളത്തിൽ നടക്കത്തില്ലെന്ന് തോന്നുന്നു, മലയോര പ്രദേശങ്ങളിൽ യെല്ലോ ലാമ്പ് ഉപയോഗിക്കുന്നത്. പിന്നെ വണ്ടി ഫേസ് ലിഫ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്നോവ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് എന്നും പറഞ്ഞ് ജനറേഷൻ ഉണ്ട്. ആ 4th ജനറേഷനിലോട്ട് ഫേസ് ലിഫ്റ്റ് ചെയ്യുന്നത് അതെനിക്ക് തോന്നുന്നു നിയമപരമല്ല. നിലവിൽ അപകടം ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല. അപ്പം അത് ഇങ്ങനെ ഫേസ്